നമ്മൾ നടക്കാൻ പോവുകയാണ്. എൻ്റെ കാലുവേദന മാറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്നെ നടത്തിപ്പിക്കുകയാണ് ഗൈസ്. അതെ, ഇവിടെ ചെറിയ റോഡാണ്, വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോന് സൈക്കിൾ ഓട്ടിപ്പോൾ നോക്കി ഓട്ട് പാച്ചു. എന്തോന്നാ ആ സൈഡിൽ കൂടെ ഇപ്പോൾ ഇങ്ങനെ വണ്ടി നിറയെ വരുന്നുണ്ടോ. അപ്പോൾ കുറച്ച് കാലുവേദന മാറാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ നടന്നാൽ ശരിയാവും പറഞ്ഞിട്ട് നടക്കണത്. എന്താ സ്ഥലം നമുക്ക് ഇങ്ങനെ ഗേറ്റാണോ? ഇതെന്താ സംഭവം തന്നെ എങ്ങനെയല്ലേ? വള്ളി ചന്തത്തിന് അല്ലേ? അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് സുഖമായിട്ട് ഇരിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. വന്നപ്പോൾ എന്തായി സ്ഥലംക്ക മൊക്കിലിരിക്കേണ്ടി വന്നു. ആഗ്രഹിച്ചത് അതെ, വീട്ടിൽ പോയി 2 ദിവസം സുഖിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞ ഉണ്ടാണ്ടിരുത്തിയതാ. അങ്ങനൊന്നും പറയുന്നില്ലൊക്കെ. ഞാൻ വേദന സഹിച്ചിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി ശരിയായി, എൻ്റെ കാല് കുറച്ച് എനിക്ക് ശരിയായ പോലെ ഉണ്ട്, കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്നെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടി വരുന്നേ ഒന്നില്ലെങ്കിൽ ഒരു ഭാഗത്തേക്ക് ഓട്ടേ. ഇനിയിപ്പോൾ ടെൻഷൻ ആക്കാൻ വേണ്ടി എനിക്ക് നടക്കണ ഇഷ്ടമല്ല. അമ്മ വീഴാൻ പോയി. അതാണ് നമ്മുടെ കാല് വേദനയൊക്കെ ഇങ്ങനെ എന്ത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. അള്ളാഹ്ക്കറിയാം. എന്തായാലും രാത്രി വേദനിക്കുക ഇനി എന്താ അറിയില്ല. എന്തായാലും ഗൈസ് കുറച്ച് വേദന കമ്മിയുണ്ട്. അള്ളാ 6-ാം മാസമായി. ഇനിയൊരു 3 മാസം നാഴികക്കല്ലുകളും കൂടിയും കഴിഞ്ഞാൽ അതിൻ്റെ തിരക്കുകൾ കഴിഞ്ഞു. പിന്നെ ഒരു 40 ദിവസം അത് ഇതാ പറഞ്ഞതൊക്കെ പോയി. അതെ, അതും കൂടി അത് പിന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഓട്ടി നടക്കുകയല്ലേ. പിന്നെ ഞങ്ങൾ നടന്ന് റെൽപ്പാലം എത്തി. ഇങ്ങനെ ഇത്ര വഴി ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ മേലെ കൂടെ കയറുന്നത്? നോക്ക് പുല്ലി കൂടി ഓട്ടണ്. എടാ ടയർ പഞ്ചറാവും. എന്താ പറഞ്ഞാല് ഇത്തിരി നമുക്കിവിടെ ആട് മാടൊക്കെ വളർത്താം. എന്താ പറഞ്ഞാൽ അതിന്റെ സൗകര്യങ്ങളുണ്ട്. ഇത് വെറുതെ പറയണ. ആട് മാടൊക്കെ വളർത്താന്ന് പറയും, ഒരു കോയിനെ വളർത്താ പറയും, ഒക്കെ വളർത്താ പറയും. പക്ഷെ ഒന്നും ചെയ്യില്ല. കോയിനെ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ട് കോയിനെ എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം. കോയിൻ്റെ ഒക്കെ പോയി. ഇപ്പം നമ്മൾ ആരും വളർത്തില്ല. നമ്മളെ വളർത്താനിപ്പോ ആരുമില്ല. ഇവനൊക്കെ നോക്കലാണ് ഇപ്പൊ എനിക്ക് പണി. എനിക്ക് ആരും വേണ്ട, മൃഗങ്ങളൊന്നും വേണ്ട. കണ്ട നോക്കിയിട്ടൊന്നും ഞാനാ മനുഷ്യ നിങ്ങനെ നോക്കണ. അത് പിന്നെ നമ്മളിപ്പോ റെസ്റ്റ് സമയമാണ്, 6-ാം മാസമാണ്. ഗർഭിണികളായാൽ കാലുവേദന ഉണ്ടാവും അല്ലേ? ഉണ്ടാവില്ലേ ഫ്രണ്ട്സ്? ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരില്ല. ഫസ്റ്റ് ഞാൻ 3-ാമത്തെയാണ്. 2 ആളുടെയൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഒന്നും അറിഞ്ഞില്ല. ഒന്നും പ്രശ്നം കാര്യം ഉണ്ടായില്ല. അപ്പോഴും നമ്മളിങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ പണിയും ചെയ്യും, എല്ലാവരും പോകും വരും ഒക്കെ ചെയ്യായിരുന്നു. പക്ഷേ 3-ാമത്തെ ഞാൻ ഭയങ്കര റെസ്റ്റിലായിപ്പോയി. പണിയൊക്കെ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇക്കാൻ്റെ ഹെൽപ്പ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പോണു. പക്ഷെ യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല, അധികം നേരം നിൽക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയാണ് ഇപ്പോൾ. മടങ്ങാം, മതിക്ക നടക്കാം, മടങ്ങാം. പാച്ചു ബാ മതി ബാ. പായസ അവിടെ എത്തി. ഞങ്ങൾ റെയിൽപാളം എത്തി. ഇനി റിട്ടേൺ അടിക്കുകയാണ് ഗൈസ്. നമ്മുടെ തൊട്ട വീട്ടിൽ ചേച്ചി മാങ്ങ തന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മാങ്ങ മരത്തുനിന്ന് പറിച്ച് തന്നതാണ് കേട്ടോ. അപ്പം മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ മാങ്ങ നമുക്ക് മുളക് പൊടിയും ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കാം.
ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. മാങ്ങ ഇടുന്നുണ്ട്. മുളക് പൊടി എവിടെ? കുറച്ച് ഉപ്പിടുന്നുണ്ട്, കുറച്ച് ഉപ്പിടാം. ഇങ്ങനെയാണ് ഞാൻ ഏതോ ഒരു വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മാങ്ങി ഉപ്പൊക്കെ ഇട്ടിട്ട് അടിക്കുന്നത്. ഉപ്പിട്ടിട്ടുണ്ട്. ഈ മുളക് പൊടി ഇടാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇടാം. ഇനി ഇത് കൊണ്ടുപോയിട്ട് അടിക്കാം. ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടതാണ്, ഇങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിക്കുന്നത് സൂപ്പർ. എല്ലാരും ഉണ്ടല്ലേ? കൊറേ ഈ പച്ചമാങ്ങ ശരിക്കും ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടേ ഇല്ല. സ്വർഗം തുറന്ന സമയം പഞ്ചാഗ്നി കടഞ്ഞെടുത്ത പിടിക്കട്ടാ. അത്ത കൊണ്ടുവന്നിട്ട് എന്താണെന്നറിയാ, ഉഴുന്ന് വട. അത്ത ഞങ്ങൾക്ക് ലാസ്റ്റ് കൊണ്ടുവരുന്നതാണ്. ഉഴുന്ന് വട, വാഴക്ക ബജ്ജി, ചമ്മന്തി. വൈകുന്നേരം ആയപ്പോൾ അത്ത എണ്ണക്കടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മാങ്ങയും എണ്ണക്കടിയും ഒക്കെ വൈകുന്നേരം കഴിച്ച് അങ്ങനെ എൻ്റെ വിശപ്പൊക്കെ അടക്കി ഗൈസ്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.